ലെറ്റ്സ് ടോക്ക് അബൌട്ട് മൈ BMS ജേണി. ഞാൻ എങ്ങനെ ഒരു BMS സ്റ്റുഡൻ്റ് ആയി എന്നുള്ളൊരു കുട്ടിക്കഥ ഇപ്പോൾ പറയാം. ഏകദേശം എല്ലാവരെയും പോലെ തന്നെ എനിക്കും കിട്ടിയിരുന്നു 10ാം ക്ലാസ്സിലൊരു 10A+. 10A+ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോകം കീഴടക്കിയ സന്തോഷമായിരിക്കുമല്ലോ. ആ സന്തോഷത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റാണ് ബയോളജി സയൻസ്. അങ്ങനെ സന്തോഷത്തോടെ ബയോളജി സയൻസ് ഒക്കെ എടുത്ത് സ്കൂളിൽ ജോയിൻ ചെയ്തു. എങ്ങനെയൊക്കെയോ തട്ടിയും മുട്ടിയും പഠിച്ചൊക്കെ പോയി. അപ്പോൾ വന്നു നമ്മുടെ COVID-19. അവസാനം ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയി എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി ഒരു ഫുൾ A+ അവിടെ എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്തു. ഏകദേശം +2 ഫുൾ A+ കിട്ടിയതും അത്യാവശ്യം മാർക്കുള്ളതുമായ ബയോളജി സയൻസ് സ്റ്റുഡൻസ് പോയി നിൽക്കുന്ന സ്ഥലമാണ് മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൻ്റെ പടിവാതിൽ. ഞാനും പോയി നിന്നു അങ്ങനെ ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൻ്റെ പടിവാതിൽ. 1 വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം എക്സാം കഴിഞ്ഞ റിസൾട്ട് വന്നു. MBBS കിട്ടിയില്ല, പകരം കിട്ടിയതോ ആയുർവേദം കിട്ടിയത് മതി എന്ന് പറഞ്ഞ് ഞാനിതങ്ങോട്ട് സെലക്ട് ചെയ്തു. കോളേജിൽ വന്ന് ജോയിൻ ചെയ്തിട്ടും ക്ലാസ് തുടങ്ങി കഴിഞ്ഞിട്ടും ആ ഒരു MBBS മോഹം മനസ്സിൽ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് മാറിയിട്ടില്ലായിരുന്നു. ആ മോഹം ശരിക്കും അവസാനിച്ചത് എപ്പോഴാണെന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് ഇയർ യൂണിവേഴ്സിറ്റി എക്സാമിന് ശേഷമാണ്. കാരണം ആ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ സ്ട്രെസ്സ് താങ്ങാൻ പറ്റാണ്ട് എനിക്കൊരു അസുഖം ഉണ്ടായി. IIH, അതായത് ഇഡിയോപ്പത്തിക് ഇൻട്രാക്രേനിയൽ ഹൈപ്പർ ടെൻഷൻ. പേരൊക്കെ നല്ല രസമുണ്ടല്ലേ, പക്ഷേ ആൾ കുറച്ച് ഡേഞ്ചറാണ്. യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ട് ആ റിസൾട്ട് എനിക്ക് നല്ലോണം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോലും പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ അതിനുള്ളിൽ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമുണ്ട്, ഞാനൊരു പക്ഷേ MBBS ആണ് എടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് MBBS കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇപ്പോൾ വന്ന അസുഖം കുറച്ച് നാൾ മുന്നേ എനിക്ക് വന്നേനെ. കാരണം MBBS സ്ട്രെസ്സ് അത്രയ്ക്കുണ്ടെന്ന് എനിക്കറിയാം. MBBS മോഹമൊക്കെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും പക്ഷേ എൻ്റെ BMS കോഴ്സിനെയും എൻ്റെ കോളേജിനെയും ഞാനിപ്പം അത്രയും നല്ലോണം സ്നേഹിക്കുന്നു.